ദിവസത്തെ യാത്ര നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല അനുഭവങ്ങളൊക്കെ ആയിരുന്നു, പ്രശ്നമില്ല. പിന്നെ എന്താ, നമ്മുടെ രണ്ടാമത്തെ ദിവസം 28-ാം തീയതി, ജൂലൈ 28-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് വൈകിപ്പോയി, ഞങ്ങളുടെ പരിചയമില്ലായ്മ കൊണ്ടാണ്. ഇതൊക്കെ കെട്ടിപ്പറക്കി വന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടൈമായി. ഫുഡിങ് നമുക്ക് പോണ വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കഞ്ഞിയും പേറും ഉണ്ടാക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും പുട്ടുണ്ട്, അതിന് പഴം കിട്ടുമെന്ന് നോക്കണം. പിന്നെ അവക്കാടോ കുറച്ച് നട്ട്സൊക്കെ ഉണ്ട്, അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ശരി, നമുക്കിനി പോണ വഴിയിലൊക്കെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടുതരാം. ബൈ. ഈ പിള്ളേരൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സഹായിച്ചു. അവർ ഭയങ്കര കമ്പനി ആയിരുന്നു. വേറെ ഒത്തിരി കമ്പനി കയറിയെങ്കിലും അവരൊക്കെ നമ്മോട് ഭയങ്കര ഒരു പറ്റില്ല നല്ല രീതിയിലാണ് പെരുമാറിയത്. ഇവിടെ വന്നപ്പോൾ ഈ പിള്ളേരും പിന്നെ കുറച്ച് ഏട്ടന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം റെഡി ആക്കി തന്നു. ഹായ് പോണേ. ഞങ്ങൾ ഇവിടുന്ന് പെട്രോൾ അടിക്കാൻ പോണേ. ഇതാണ് മെയിൻ ചേട്ടൻ. ഈ ചേട്ടൻ നമ്മൾ വന്നപ്പോൾ തന്നെ ഒക്കെ എറിഞ്ഞ് വഴി കണ്ടടിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തന്ന് അടിപൊളിയായിരുന്നു ചേട്ടൻ. രണ്ടാമത്തെ ദിവസം യാത്ര ആയിരുന്നു. കോയമ്പത്തൂരൊക്കെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നേരത്തേക്കൊക്കെ ആദ്യമായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ വളരെ പുതുമ നിറഞ്ഞായിരിക്കും. ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഹൈവേയുടെ ഓരത്ത് ഇവിടെ ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ ഇതൊന്നുമല്ല, എന്നാലും ഇവിടെ ഒരു മരമുണ്ട്. ആ മരത്തണലിലിരുന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. പാചകക്കാരിയുടെ പാചകം താർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കഞ്ഞി ഇപ്പൊ തന്നെ വെച്ചോണ്ടാട്ടാ പോകുന്നത്. പാത്രത്തിലൊക്കെ കൊണ്ടുപോകും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നിർത്തുന്നില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് പഴമൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞങ്ങളങ്ങനെ കഴിച്ചു. മാത്രമല്ല ഇപ്പോൾ കഞ്ഞി റെഡിയാവും. കഞ്ഞി നമ്മൾ പാത്രത്തിലാക്കി നമ്മൾ ചോറ്റാത്രം കൊണ്ടുവന്നിട്ട് മാത്രം അതിനകത്താക്കി നമ്മൾ കൊണ്ടുപോകും. ഉച്ചയാകുമ്പോഴത്തേക്കും ഇവിടെ ആർക്കൊന്നും വേണ്ട കഴിക്കും. എന്തായാലും ചില്ലയും പോകത്തില്ല ഉച്ചയാകുമ്പോഴത്തേക്കും. കഞ്ഞിയും പയറും ഉണ്ടാകും. അത് കഴിച്ചിട്ടു പിന്നെ വീണ്ടും യാത്ര.
കുറച്ചൊരു ദുരന്തം പിടിച്ച കാഴ്ചകളുണ്ട്. നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ കിടപ്പുണ്ടോ, ചത്തുപോയി ഇത്. എനിക്ക് തോന്നുന്നു വണ്ടി എന്തോ ഇടിച്ച് ചത്തതാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ കോഴി നടക്കണ പോലെ മയിൽ നടക്കണം. അപ്പോൾ ഒത്തിരി മയിലുകളുണ്ട്. ചിലപ്പോൾ ഇത് റോട്ടിയിട്ടെങ്ങാനും ചാടിയൊക്കെ ആയിരുന്നോ വണ്ടി ഒന്ന് ഇടിച്ചായിരിക്കും അല്ലേ. പക്ഷേ സീനായിട്ടില്ല. ജീവനുണ്ടോന്ന് പറയാനാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ചത്തുപോയി. ഞങ്ങൾ വിട്ടുപോയായിരുന്നു. പിന്നെ ഓർത്തിന് എങ്ങാനും ഒരു ജീവനുണ്ടെങ്കിലോ എന്ന് ഓർത്ത് തിരിച്ചു വന്നു. ചത്തുപോയി. ഉപയോഗിക്കാൻ വേണ്ടി ഒരു പമ്പിൽ വന്നാണ്. ഭയങ്കര ചൂടായിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഭയങ്കര ചൂട്. വെള്ളം കുടിച്ചിട്ടും മതിയാവണില്ല. വല്ലാതെ ഡീഹൈഡ്രേഷൻ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വരുവാണെങ്കിൽ മടമടാന്ന് വെള്ളം കുടിച്ചോ. നല്ലൊരു രക്ഷയില്ല മക്കളെ. അയ്യോ, കൊച്ചിരുന്ന് ഉറങ്ങണ കണ്ട. കൊച്ചിന് ഉറക്കം വന്നിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാങ്ങളായിരുന്നു. അവസാനം ഞങ്ങളിവിടെ ഒതുക്കി. എന്നിട്ട് കൊച്ച് നമ്മുടെ ലഗേജിൻ്റെ ഒക്കെ പുറത്ത് ചാരിക്കിടന്ന് ഉറങ്ങണം. പാവം. നമ്മുടെ കൊച്ചുറങ്ങുകയാണ്. ഉറങ്ങട്ടെ. പാവം ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്.
പോണത് എൻ്റെ ബോസിൻ്റെ വീട്ടിലേക്കാണ്. അവിടെയാണ് എനിക്ക് സ്റ്റേ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കുളിക്കാനുള്ളൊരു സുവർണ അവസരമാണ് സുഹൃത്തുക്കളെ വീണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.